ദേവസ്വം സ്വത്തുക്കൾ കൈപ്പിടിയിലൊതുക്കാനുള്ള നീക്കവുമായി സർക്കാർ. ദേവസ്വം ഭൂമികൾ യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമിയെന്ന് അവകാശവാദം. ദേവസ്വത്തിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമിയെന്നാണ് 2023 പുറത്തിറക്കിയ ഉത്തരവിലെ പരാമർശം. ദേശീയപാത വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാരവും സർക്കാർ കൈക്കലാക്കിയിരുന്നു. ജനം ബ്രേക്കിംഗ്. ദേശീയപാതകൾക്ക് ദേവസ്വം ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പും ദേവസ്വം ബോർഡുമായി തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ 26/7/2023 യോഗം ചേർന്നു. യോഗാനന്തരം റവന്യൂ വകുപ്പ് 9/8/2023 പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിലാണ് ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമിയാണെന്ന തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമി മഹാരാജാവിന്റെ കാലത്തോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ സൗജന്യമായി നൽകിയ സർക്കാർ ഭൂമിയാണെന്നാണ് ഉത്തരവിലെ പരാമർശം. അതിനാൽ തന്നെ നഷ്ടപരിഹാര തുക ധനവകുപ്പ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു. വിവിധ റീസർവേകളിൽ പാറശാല മുതൽ വടക്കൻ പറവൂർ ഗ്രൂപ്പിലെ പെരുവനം വരെയുള്ള ഒട്ടനവധി ദേവസ്വം ഭൂമികളുടെ റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡിന് നഷ്ടമായത്. റീസർവേ അതോറിറ്റി ഈ സർവേ കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള നോട്ടീസ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും അയച്ചിട്ടുണ്ടാവും. അവരതൊന്നും അതിൻ്റെ പിന്തുടർന്ന് കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ റവന്യൂ റെക്കോർഡുകളിൽ ദേവസ്വം വക, പണ്ടാര വക, ദേവസ്വം പുറമ്പോക്ക് ഇങ്ങനെ കിടന്ന ഭൂമികളെല്ലാം തന്നെ റീസർവേയുടെ ഭാഗമായിട്ട് റവന്യൂ പുറമ്പോക്കെന്ന് അസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ അസൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടാവും അവർ. പക്ഷേ ആ നോട്ടീസൊന്നും കൃത്യമായി നമ്മൾ മറുപടി കൊടുക്കാത്തതുകൊണ്ട് ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ഗണ്യമായ ഭൂമി ഈ റവന്യൂ പുറമ്പോക്കെന്നുള്ള ആ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ശാസ്താംകോട്ട കോളേജും ആ ദേവസ്വം ഇരിക്കുന്ന ഏതാണ്ട് 100 ഏക്കർ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ തെറ്റ് ദേവസ്വം കമ്മീഷണർ ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ദേവസ്വം ഭൂമികൾ കവനന്റ് പ്രകാരം ബോർഡിന് കൈമാറിയതാണെന്നും ഉടമസ്ഥാവകാശം ദേവതയ്ക്കാണെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ഗവൺമെന്റ് ഉത്തരവിൽ ഭൂമി സർക്കാരിൻ്റേതാണെന്ന് രേഖപ്പെടുത്തിയെന്നതാണ് വിചിത്രം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.